രാജേഷ് ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന കൽക്കി, അതായത് രാജ്യവ്യാപകമായിട്ട് അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് ഈ അടുത്ത കാലത്ത് ഒരു സിനിമ നേടിയിട്ടുള്ള ഏറ്റവും വലിയൊരു കളക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ കൽക്കിയുടെ വിജയം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോൾ ഒരു 5 ദിവസം കൊണ്ട് ആ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വരുന്ന 700 കോടി രൂപയാണ്. 5 ദിവസം കൊണ്ട് 700 കോടി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു തുടക്കമാണ്. ഏറ്റവും വലിയൊരു സ്റ്റാർട്ടാണ് ഒരു സിനിമ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ബോക്സ് ഓഫീസിൽ അതിൻ്റെ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോക്കിൻ്റെ രീതി നോക്കുമ്പോഴത്തേക്ക്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഈ സിനിമയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. കാര്യം മലയാളത്തിലെ മുൻനിര നായകന്മാരെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷകളിൽ നായക വേഷമോ മറ്റു റോളുകളോ ചെയ്യുന്ന സമയത്ത് അവർക്കൊന്നും ഇത്രയും വലിയൊരു വിജയത്തിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം സലാർ എന്ന് പറയുന്ന സിനിമ ഏതാണ്ട് എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ആയിട്ട് 600 കോടിയോളം രൂപ കളക്ട് ചെയ്ത് സലാർ എന്ന് പറയുന്ന സിനിമയാണ് ഇതുവരെ ഒരു മലയാള നടൻ അന്യഭാഷയിൽ പോയി അഭിനയിച്ചപ്പം ഏറ്റവും കൂടുതൽ വലിയൊരു കളക്ഷൻ നേടിയിട്ടുള്ളതെന്ന് നമുക്ക് നിലവിൽ മനസ്സിലാക്കാം. പക്ഷേ അതിൻ്റെ മുകളിലേക്ക് ആണ് കൽക്കിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ. കാര്യം വെറും 5 ദിവസം കൊണ്ട് തന്നെ 700 കോടി കടന്ന സിനിമ 1000 കോടി ക്ലബും പിന്നിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. അത് ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മലയാള നടൻ എന്നുള്ള കാര്യം ഒരു നടൻ ഒരു സിനിമയുടെ ഒരു ഭാഗമാവും, അതായത് ഒരു ക്യാമിയോ റോളിലോ അല്ലെങ്കിൽ ഒരു നായക വേഷത്തിലോ മറ്റ് ഏതെങ്കിലും ഒരു വേഷത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടാൽ പോലും ആ സിനിമയുടെ വിജയമായാലും പരാജയമായാലും ആ നടനെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ചാർത്തി കൊടുക്കുന്ന ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. പിന്നീട് കൽക്കി എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തപ്പോൾ തന്നെ പലരും മഹാഭാരതം എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് രാജമൗലി മഹാഭാരതം സംവിധാനം ചെയ്യുന്നതിനെക്കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നാഗാശ്വിനും അത്തരത്തിലുള്ള രീതിയിലേക്ക് ഒരു സിനിമ സംവിധാനം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ രാജമൗലി ആയാലും നാഗാശ്വിനായാലും മഹാഭാരതം എന്ന് പറയുന്ന ഒരു കഥയിലേക്ക് അല്ലെങ്കിൽ അത്ര ഇതിഹാസം ഒരു സിനിമാ രൂപത്തിലേക്ക് മാറ്റുമ്പം അതിനകത്തുള്ള പ്രധാനപ്പെട്ട റോള് ആരൊക്കെ ചെയ്യുമെന്നുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത് അതിനകത്ത് ശ്രീകൃഷ്ണൻ്റെ റോളിലേക്ക് തെലുങ്കിൽ നിന്നാണ് നമ്മൾ നായകന്മാരെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും മഹേഷ് ബാബു തന്നെയായിരിക്കും ആ റോളിന് ഏറ്റവും ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു മുഖ സൗന്ദര്യവും അദ്ദേഹത്തിൻ്റെ ഒരു രൂപാകൃതിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശരീരാകൃതിയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ്റെ റോളിനെ എനിക്ക് തോന്നുന്നു ഏറ്റവും മികച്ചത് മഹേഷ് ബാബു തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. പിന്നെ നമുക്കിപ്പം ഒരു സൂചനയുണ്ട്, അതായത് നാളെ ഒരു മഹാഭാരതം ഒരു സിനിമയായാൽ കർണനായിട്ട് ആര് വേണം എന്നുള്ള ചർച്ചകൾ മുമ്പ് പല കാലഘട്ടങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. പലരുടെയും പേരുകൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമയോടുകൂടി പ്രഭാസ് ആയിരിക്കും ഒരു കർണൻ്റെ റോളിലേക്ക് ഏറ്റവും അനുയോജ്യൻ. പിന്നീട് നമ്മൾ മഹാഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഈ നമ്മൾ കണ്ടിട്ടുള്ള കർണനായാലും അർജുനനായാലും എല്ലാം യുവത്വം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാരെയാണ് നമ്മൾ സിനിമകളിലായാലും അല്ലെങ്കിൽ സീരിയലുകളിലായാലും ഇവരെ കണ്ടിട്ടുള്ളത്. അതായത് ഇതിഹാസങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ഒരുപാട് കാലങ്ങളിൽ ജീവിച്ച ആൾക്കാരാണ്. അതായത് ഒരു പക്ഷേ ഈ ജരാനരകൾ ബാധിച്ച ആൾക്കാർ വരെ ആകാം ഇവർ ഓരോരുത്തരും. പക്ഷേ അതൊരു സിനിമാ രൂപത്തിലേക്കും സീരിയൽ രൂപത്തിലേക്കും വരുന്ന സമയത്ത് എപ്പോഴും അവരെ വളരെ ചെറുപ്പമായിട്ടാണ് കാണിക്കുന്നത്. ഭീഷ്മരെയും ദ്രോണരെയും കൃപാചാര്യരെയും പോലുള്ളവരെ അല്ലെങ്കിൽ ധൃതരാഷ്ട്രരെയും പോലുള്ളവരെ പ്രായമായിട്ട് കാണിക്കുമ്പോൾ ഇവരെയൊക്കെ എപ്പോഴും ചെറുപ്പക്കാരായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആയാൽ പോലും ഇപ്പോൾ കർണൻ്റെ റോളിലേക്ക് എനിക്ക് തോന്നുന്നു പ്രഭാസ് തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ അർജുനനായിട്ട് ആര് വരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പ്രഭാസിന് ഒപ്പം നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു അർജുനൻ്റെ വേഷത്തിലേക്ക് ഒരാൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും രാംചരൺ തന്നെ ആയിരിക്കും. അതും തെലുങ്കിൽ നിന്ന് തന്നെയാണ് ആളിനെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ രാംചരൺ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. പിന്നെ ജൂനിയർ എൻ ടി ആറിനെ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട 2 റോളുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അതായത് ഭീമസേനായിട്ട് നമ്മളൊരാളെ പരിഗണിക്കുമ്പോഴും തീർച്ചയായിട്ടും ജൂനിയർ എൻ ടി ആറിനെ നമുക്ക് പരിഗണിക്കാം. അതുപോലെ ദുര്യോധനൻ്റെ വേഷത്തിലേക്കും ജൂനിയർ എൻ ടി ആറിനെ പരിഗണിക്കാവുന്നതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം അതിൽ രണ്ടിനും പറ്റുന്ന ഒരു രൂപഭംഗിയും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ആകൃതിയാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നീട് ഭീഷ്മരുടെ റോളിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഈ നാഗാശ്വിൻ്റെ കൽക്കിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു സിനിമ എടുക്കുന്നതെങ്കിൽ ഇനി ഒരിക്കലും ഇപ്പം നമ്മൾ അശ്വത്ഥാമാവതായിട്ട് റോളിൽ കാണിച്ചിരിക്കുന്ന അമിതാഭ് ബച്ചനെ ഇനി ഒരിക്കലും മറ്റൊരു കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മളിപ്പം മഹാഭാരതം രാജമൗലിയെ പോലുള്ള ഒരാൾ എടുക്കുമ്പം അല്ലെങ്കിൽ കൽക്കിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മഹാഭാരതം മാത്രമായിട്ട് നാഗാശ്വിൻ എടുക്കുമ്പം എനിക്ക് തോന്നുന്നു ഭീഷ്മരുടെ റോളിലേക്ക് ഏറ്റവും അനുയോജ്യൻ അമിതാഭ് ബച്ചനോളം പോകുന്ന ഒരു നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇല്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. കാര്യം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം നമ്മുടെ വിവിധ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്ത് മഹാഭാരതമായിട്ടൊക്കെ നോക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്ന ഭീഷ്മരുടെ പല വേഷങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളുടെയും രൂപം അമിതാഭ് ബച്ചൻ്റെ ഇന്നത്തെ രൂപവുമായിട്ട് ആ ഒരു സാദൃശ്യത്തിലാണ്
നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള, അതായത് ഏതൊരു കഥാപാത്രത്തിനെ എടുത്താലും, ഇപ്പം അമിതാഭ് ബച്ചൻ്റെ ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും തെലുങ്ക് വിട്ട് ഹിന്ദിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഭീഷ്മരോളം പ്രാധാന്യമുള്ള ദ്രോണാചാര്യയുടെ വേഷത്തിലേക്ക് ആര് വരണം എന്ന് ചോദിക്കുമ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു കേൾക്കുന്നത് ഒരു പക്ഷേ രജനീകാന്തിൻ്റെ പേരായിരിക്കും, നമ്മുടെ തമിഴ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പേരായിരിക്കും ദ്രോണാചാര്യയുടെ റോളിലേക്ക് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലുള്ള റോളുകൾക്കും ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കൂടെ അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും തെലുങ്ക് സിനിമ വ്യവസായത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാരെ മഹാഭാരതത്തിലേക്ക്, സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടുള്ള ആൾക്കാരെ എല്ലാം വിവിധ കഥാപാത്രങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പം ദ്രൗപദിയുടെ റോള് തന്നെ വരുമ്പോഴത്തേക്ക് ഒട്ടനവധി ചോയ്സുകളാണ് ഏതൊരു ഡയറക്ടർക്കും. തെലുങ്കിൽ നിന്നായാലും ഹിന്ദിയിൽ നിന്നായാലും, പ്രത്യേകിച്ച് തെലുങ്കിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ട്. ഹിന്ദിയിലേക്ക് വരുമ്പോഴും ഒരുപാട് നായികമാരുണ്ട്. അതിനകത്ത് ആരെ ആ റോളിലേക്ക് കൊണ്ടുവരും എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഏറ്റവും ഭംഗിയുള്ള ഒരാളിനെ വേണം അത്തരത്തിലുള്ള ഒരു റോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എങ്ങനെ നോക്കുമ്പോഴും ഈ മഹാഭാരതം എന്ന് പറയുന്ന ഒരു ഇതിഹാസം സിനിമയായി കാണാൻ വേണ്ടിയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലുള്ള നടീനടന്മാർ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇന്നുണ്ട് എന്ന് അടിവരയിടുന്ന ഒരു സിനിമയാണ് നമുക്കിപ്പോൾ കൽക്കിയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതും യാഥാർത്ഥ്യമാവട്ടെ. ഇതിലും വലിയ രീതിയിലുള്ള ഒരു സിനിമ ഒരുക്കി ലോകത്തിന് തന്നെ ഈ മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസം കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി രാജമൗലിക്കോ നാഗേഷിനോ അതുപോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധായകർക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അതിന് താല്പര്യപ്പെടുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.